നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ചെണ്ടുമല്ലി കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറെ സംശയങ്ങൾ എപ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചൊരു ചെണ്ടുമല്ലിന്റെ മേലെ അതിന്റെ പരീക്ഷണം കാണിക്കട്ടെ. ഒരു കിടിലം ടെക്നിക്കാണ് ഇത്. നിങ്ങൾക്ക് തന്നെ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിയ തൈകൾ വാങ്ങിയ ആളുകളുടെ അതേ സമയത്തുള്ള തൈ തന്നെ വെച്ചതാ. ഏകദേശം 6 തട്ടായി. അതിൽ ചെറിയതൊന്നും സൈഡിൽ നിൽക്കുന്നുണ്ട്. ആ വലിയ തൈ 6 തട്ട് കഴിഞ്ഞു കേട്ടോ. അത് നല്ല ഗ്രോത്ത് ആയി വന്നിട്ടുണ്ട്. വളത്തിന്റെ കുറച്ച് കുറവ് കാണിക്കുന്നു. ഞാനൊരു സാമ്പിളാണ്, ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടില്ല. ഒരു 3-4 എണ്ണം ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലാക്കി അവിടെ വെച്ചതാണ്. അപ്പൊ ഇത് മുറിക്കലാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ജൂലൈ 1 നട്ട ആളുകൾക്ക് 10-ാം തീയതി തന്നെ മുറിച്ചാൽ കൃത്യമായ വളർച്ച ഉണ്ടാവും, ധാരാളം പൂവും കിട്ടും. ഇന്നിപ്പോ 14 ഇപ്പൊ മഴ കാരണം പല ആളുകളും മുറിക്കൽ നീട്ടിക്കൊണ്ടുപോയി. അതൊക്കെ നിങ്ങളുടെ ലാസ്റ്റ് ഔട്ട്പുട്ട്, അതായത് ഫ്ലവർ ഉണ്ടാവുന്നതിനെ ബാധിക്കും. അപ്പൊ നമ്മൾ എവിടെ മുറിക്കണം, എന്തൊക്കെ മുറിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു അണുവിമുക്തമാക്കിയ കത്തി നമ്മളെ കയ്യിലാണ്. സാധാരണ കത്തിയ ഏറ്റവും നല്ല ബ്ലേഡ് അല്ലെങ്കിൽ കത്തി തന്നെയാണ്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 തട്ട് അവിടെ നിർത്തിയിട്ട് അതിന്റെ തലപ്പ് മുറിക്കുകയാണ് കേട്ടോ. 3 തട്ട് മുറിച്ചിട്ട് കിട്ടിയ തലപ്പില്ലേ, ആ തലപ്പിന്റെ അതിനും 3 തട്ടുണ്ട്. അതിന്റെ ഏറ്റവും തൂമ്പ് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു ഗ്രോ ബാഗിൽ അത് നടുകയാണ്. അപ്പൊ എന്താ കാര്യം എന്നറിയോ, ഈ തണ്ടും അവിടെ പിടിച്ചിട്ട് മഴയുള്ള സമയത്തല്ലേ പെട്ടെന്ന് വേര് വരും, അതിലും വേഗത്തിൽ പൂവുണ്ടാവും. അപ്പൊ ഞാൻ അത് വേസ്റ്റ് ആക്കി കളയുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ആ ചെടി മുറിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇതിൽ പല ആളുകളും സംശയം ചോദിച്ചൊരു കാര്യം എന്താ അറിയോ, നല്ല മഴയാണ്, ഈ മഴ സമയത്ത് മുറിച്ചാൽ എന്ത് സംഭവം? മഴ സമയത്ത് മുറിക്കരുത്, വെയിലുള്ള സമയത്ത് മുറിക്കണം. ഇനി മുറിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മഴ തുടങ്ങി. അപ്പൊ ചില ആളുകൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു അതിന്റെ തണ്ട് വിടർന്ന് നിൽക്കുന്നുണ്ട്, ചീന്തിയ പോലെ ആയിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഇറങ്ങും, ചീഞ്ഞു പോകും. അതുകൊണ്ട് 2 കണ്ടീഷനാ. വെയിലുള്ള സമയത്ത് മുറിക്കുക, മുറിച്ചുടനെ സാഫ് തേക്കുക, മഴ പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് മുറിക്കുക എന്നത്. ഇനി ഇപ്പൊ ചോദിക്കും, ഈ മഴക്കാലത്ത് എങ്ങനെയാ പിന്നെ മുറിക്കുക, അതിനെന്താ ചെയ്യാന്ന്, വെള്ളം ഇറങ്ങില്ലേന്ന്? അതിനൊരു കിടിലം ടെക്നിക്കാണ് കേട്ടോ. ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു റിബണാണ് ഞാൻ ഇപ്പൊ ഇതിൽ ഉപയോഗിക്കാൻ പോണേ. നിങ്ങൾക്ക് കാണിച്ചു തരാം. കനം കുറഞ്ഞ റിബൺ എടുക്കുകയാണ്. അപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ആയിരക്കണക്കിന് തൈ നട്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് ചീഞ്ഞു പോവാനും അതുപോലെ ചെടി മൊത്തത്തിൽ ചീഞ്ഞു പോകാനും, തന്നിലൂടെ വെള്ളം ഇറങ്ങിയാൽ മാത്രമല്ല, ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കട വരെ ആ വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞു പോകും, അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മളിവിടെ എടരിക്കോട് ഒരു ടീം ചെയ്തിട്ട് ഇതേപോലെ പകുതിയിലേറെ ചെടി ചീഞ്ഞു പോയി എന്ന് പറഞ്ഞു. അത് അവർക്ക് പറ്റിയത് എന്താ വെച്ചാല്, വെച്ച ചെടി മുറിച്ചത് നല്ല മഴ സമയത്താ. മുറിച്ചിട്ട് അവർ അതിന്റെ പ്രിക്കോഷൻ ഒന്നും എടുത്തില്ല. അപ്പൊ സാഫ് അടിച്ചാൽ ഓക്കെ. അതേപോലെ തന്നെ ഒരു ടെക്നിക്ക്, എന്റെ കയ്യിൽ ഒരു റിബൺ കണ്ടില്ല, പ്ലാസ്റ്റിക്കിന്റെ ഇത്, അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്. അത് എല്ലാവരും കാണുന്ന ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക്കിന്റെ പാക്കിംഗ് ഫിലിം വീതി പറഞ്ഞു. അതൊരു ചെറിയൊരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തു കേട്ടോ. ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് ഈ ചെടി തല മുറിച്ചില്ലേ, ആ തല മുറിച്ച് ആ തണ്ടിന്റെ മേലേക്ക്, ഈ ഫിലിമിന് പ്രത്യേകത ഉണ്ട്, സ്ട്രെച്ചബിൾ ആണത്, സ്ട്രെച്ചബിൾ ഫിലിമാ. അത് ഞാൻ ആ തണ്ടിന്റെ മേലേക്ക് ഈസി ആയിട്ട് വലിച്ചിടാൻ, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ആ തണ്ടിന്റെ മേലേക്ക് വലിച്ചിട്ട് കൊടുത്ത് കണ്ടില്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, ഇത് എവിടെ കിട്ടുക എന്നുള്ള സംശയം ചോദിക്കുന്നത്. എല്ലാ ഫാൻസി കടയിലും ഈ ബിരിയാണി പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ വിൽക്കുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫിലിം കിട്ടൂട്ടാ, റോളായിട്ട്. അത് മേടിക്കുക, കൊണ്ടുവരിക, നിങ്ങൾ ധൈര്യപൂർവ്വം കൃഷി ചെയ്തോളൂ. ഇനി മുറിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, സമയം വൈകി കഴിഞ്ഞാൽ പൂവുണ്ടാവാൻ കുറയും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ മുറിച്ച് ഏറ്റവും നാമ്പ് മുറിക്കുക. ഇല്ലെങ്കിൽ കൃഷി ചെയ്ത ആളുകൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ മുറിക്കണ്ട, ഇനി അതേപോലെ വിടുക. ആദ്യം ഉണ്ടാകുന്ന മുട്ട എല്ലാം കളഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.